നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. രാവിലെ 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റവയാണ്. ഞാനിപ്പോൾ ഇതാ 1/2 കപ്പ് റവ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അവിലാണ്. 1/4 കപ്പ് അവിലാണ് കേട്ടോ എടുക്കുന്നത്. അത് നല്ലോണം കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് റവൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. തൈരും 1/4 കപ്പ് തന്നെയാണ് എടുക്കുന്നത്. അതിൽ നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഈ അടിച്ചെടുത്ത പേസ്റ്റ് നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം ലൂസായി പോരുത് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു കട്ടിയിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകരുത്. നമുക്ക് ഈ ഒരു കട്ടിയിൽ തന്നെ മാവ് റെഡിയാക്കണം. നമ്മൾ ദോശമാവിൻ്റെ എല്ലാം ലൂസിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1-2 എടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിലിട്ടതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഉപ്പും ബേക്കിംഗ് സോഡയും നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണേ. പിന്നെ വെജിറ്റബിളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ലഞ്ച് ബോക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രമോ അല്ലെങ്കിൽ സ്റ്റീമറോ എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ചൂടാക്കിയിട്ടെടുക്കണം. അപ്പോൾ വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാത്രം ഇതിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ കുറച്ച് മുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് സീഡ് ഉണ്ടല്ലോ അതോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റും കൂടി വേവിച്ചാൽ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ വിട്ട് കൊടുത്തിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതിനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ പീസ് എടുത്തിട്ട് കുറച്ച് എണ്ണയിൽ ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു എണ്ണയില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ രാവിലെ ജോലിക്കെല്ലാം പോകുന്ന വീട്ടമ്മമാർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. രാവിലെ നിങ്ങൾക്കൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാനും പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.